ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് ഷെൽ പ്ലാന്ററാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ 2 കോക്കനട്ട് ഷെൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സർഫസ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ഷെല്ലിൽ ഡ്രസ്സിൻ്റെ തീമിൽ ഒരു റെഡ് കളറാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്ലൂ കളർ അങ്ങനത്തെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ റെഡ് കളർ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു കളറ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഷെല്ല് ഹെഡിൻ്റെ പോർഷനായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തത്. നിങ്ങൾക്ക് വൈറ്റ് കളറിന് പകരം സ്കിൻ കളർ അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള കളറും എടുക്കാം. ഇപ്പം നിങ്ങൾ ലൈറ്റായിട്ടുള്ള കളേഴ്സൊക്കെ നമ്മൾ അടിക്കുമ്പോൾ ഒരു മാക്സിമം 2 കോട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു ഫിനിഷിങ് കിട്ടും. വൈറ്റ് കളറാണെങ്കിലും 2 കോട്ട് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഞാനൊരു ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ചാക്ക് നൂല് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതെന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെല്ല് ഒട്ടിക്കുന്ന ടൈം ഒരു ബാലൻസിന് വല്ലതും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്പ് നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസായിട്ട് നിൽക്കും, നല്ലൊരു ബാലൻസായിട്ട് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ക്യാപ്പിലിങ്ങനെ ചുറ്റി നിങ്ങൾക്ക് സെൻറ്ററിൽ വയ്ക്കാം. അല്ല ബാലൻസിൽ നിൽക്കുമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സിൻ്റെ പോർഷനിലെടുത്ത ഷെല്ലിൽ വൈറ്റ് കളറിൽ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ബ്ലാങ്കായിട്ട് കിടക്കുമ്പം അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വൈറ്റിന് പകരം ഗോൾഡൻ കളറും വെച്ചും നിങ്ങൾക്ക് ഇങ്ങനെ ഡോട്ട് ഇടാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡോട്ട് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോട്ടിന് പകരം വേറെ എന്തെങ്കിലും ഡിസൈനോ എന്തെങ്കിലും അവിടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഹെഡിൻ്റെ പോർഷനിൽ ഞാൻ കണ്ണും ഐലാഷും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. അതും ഔട്ട്ലൈൻ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. ബ്ലാക്ക് ഉപയോഗിച്ച് അതും വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മൗത്ത് പാർട്ടും വരയ്ക്കുന്നുണ്ട്. അതും ഒരു കർവ് രീതിയിൽ ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹെയർ വരയ്ക്കാം. ഹെയർ ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ടിലും സൈഡിലും മാത്രമേ ഹെയറിൻ്റേതായിട്ടുള്ള രീതിയിൽ അടിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ബാക്കിലോട്ട് ഈ ഷെല്ലിൻ്റെ ബാക്കിലോട്ട് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പം സൈഡിൽ വരെ അടിക്കുന്നുള്ളൂ. കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് വേണം എന്നുണ്ടെങ്കിൽ ബാക്കിലും കൂടെ അടിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം ഹെയർ ഉണ്ട് ആ ഒരു രീതിയിൽ അടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഞാനതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്പും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ പ്ലാന്ററിൽ ആവശ്യമായിട്ടുള്ള പ്ലാന്റ് എടുക്കുക. കുറച്ചുകൂടെ ഹൈറ്റിൽ ഈ പ്ലാന്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഈ ഷെല്ലിൻ്റെ അകത്തോട്ട് നിറച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളെടുത്ത പ്ലാന്റ് നമുക്കിതിൻ്റെ അകത്തോട്ട് നട്ടു വയ്ക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഞെരുക്കത്തിൽ പ്ലാന്റ് നട്ടു കൊടുക്കുമ്പോൾ വളരുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് നിൽക്കും, തിക്കിലായിട്ട് നിൽക്കും. അപ്പം മാക്സിമം അതിൻ്റെ അകത്തുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾ പ്ലാന്റ് നടാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ പ്ലാന്റൊക്കെ നട്ടെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്